നമസ്കാരം, എൻ്റെ പേര് ലഞ്ജു. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്വദേശം തൃശ്ശൂരാണ്. ഇന്നും പതിവ് പോലെ തന്നെ ഒരു മികച്ചൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ സെർച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ടും ശ്രമിക്കുക. നമ്മൾ തമിഴിൽ കണ്ടുപോലെ തന്നെ 2024 മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. നമുക്ക് ഇങ്ങനൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒന്നും ഒരിക്കലും കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പലരുടെ ആവശ്യങ്ങൾ പലതാണ് ഞാൻ നോക്കിയിട്ട്. കാരണം ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചിലർ ചോദിക്കും, സാർ എനിക്ക് മെറ്റേണിറ്റി കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ ചോദിക്കും വെയിറ്റിംഗ് പീരീഡ് കുറവുള്ള എന്തെങ്കിലും പോളിസികളുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ NRI സ്റ്റാറ്റസ് ഉള്ളവരൊക്കെ ചോദിക്കും പേരിന് വേണ്ടി ചെറിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി മതി. ചിലവർ ചോദിക്കും പ്രീമിയം പ്രശ്നമില്ല, നമുക്ക് നല്ല കവറേജ് വേണമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നവരുടെ പലരുടെ ആവശ്യങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന കമ്പനിയാണ് ബെസ്റ്റ് എന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലൊക്കെ സംശയമൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ പിള്ളേരുടെയൊക്കെ സഹായം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അഡ്വൈസ് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഈ പറഞ്ഞൊരു കൺസൾട്ടൻറ്റ് ഫീ ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല. ജസ്റ്റ് വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ റിപ്ലൈ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നല്ല കവറേജ് കിട്ടാവുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പറ്റിയിട്ടാണ്. ഒരു 50 ലക്ഷം അല്ലെങ്കിൽ ഒരു 1 CR മേലേക്കൊക്കെ കവറേജ് വേണം, നല്ല കവറേജ് വേണമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പരിഗണിക്കാവുന്ന ഒരു ഇൻഷുറൻസ് പോളിസി പറ്റിയിട്ടാണ്. വേറൊന്നല്ല, മണിപ്പാൽ സിഗ്നയുടെ LTH ഇന്ത്യ പ്ലാൻ എന്ന് പറയുന്നൊരു പ്ലാനെ പറ്റിയിട്ടാണ്. ഞാൻ നോക്കിയപ്പോൾ മാർക്കറ്റിൽ ഒരു 4-5 കമ്പനി വെച്ച് കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രീമിയം ഒരു 50 ലക്ഷമൊക്കെ ഒരു 1 CR എടുക്കും വളരെ കുറവുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്ലാനിനെ പറ്റിയിട്ടാണ്, മണിപ്പാൽ സിഗ്നയുടെ ഒരു ഇന്ത്യ പ്ലാനിനെ പറ്റിയിട്ടാണ് പറയുന്നത്. LTH ലൈഫ് ടൈം ഹെൽത്ത് എന്നാണ് എൻ്റെ പേര്. പ്രത്യേകിച്ച് മണിപ്പാൽ സിഗ്നയെ പറ്റി പറയുമ്പോൾ മണിപ്പാൽ ഗ്രൂപ്പിൻ്റെ നമുക്കറിയാം ഹോസ്പിറ്റൽ, മണിപ്പാൽ ഹോസ്പിറ്റൽസിനും അതുപോലെ തന്നെ സിഗ്ന എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ് മണിപ്പാൽ സിഗ്ന എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് പരിഗണിക്കുന്നത് പ്രീമിയമാണ്. ഈ പ്രൊഡക്റ്റിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് പ്രീമിയത്തിൻ്റെ ഒരു കേസിലാണ്. ഈ ഒരു സം ഇൻഷുർഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 50 ലക്ഷം മുതൽ 3 കോടി വരെയുള്ള സം ഇൻഷുർഡിലാണ് ഈ മണിപ്പാൽ സിഗ്നയുടെ LTH നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഞാനൊരു 4-5 കമ്പനിയുടെ പ്രീമിയമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. ഇവിടെ മണിപ്പാൽ സിഗ്നയുടെ LTH ഇന്ത്യ പ്ലാനിൽ നോക്കുകയാണെങ്കിൽ ഒരു 35-30 വയസ്സുള്ള ഭാര്യയ്ക്കും ഭർത്താവിനും വരുന്ന പ്രീമിയം എന്ന് പറയുന്നത് 21,771 രൂപ അടുത്താണ് വരുന്നത്, 1 കോടി രൂപയ്ക്ക്. അത് 50 ലക്ഷം നോക്കുകയാണെങ്കിൽ 19,000 രൂപ അടുത്താണ് വരുന്നത്. ഈ സെയിം ഫീച്ചേഴ്സ് നമ്മൾ മറ്റുള്ള കമ്പനിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദിത്യ ബിർല, നിവാബു, HDFC Ergo, കെയർ ഹെൽത്ത്, സ്റ്റാർ ഹെൽത്ത്, ഇതൊക്കെയാണ് ഞാനൊരു കമ്പാരിസന് വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ ആദിത്യ ബിർലയ്ക്ക് നോക്കുകയാണെങ്കിൽ ആദിത്യ ബിർലയുടെ ആക്റ്റീവ് 1 മാക്സ് കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൽ പ്രീമിയം നോക്കുകയാണെങ്കിൽ ഒരു 1 CR നമുക്ക് 26,000 രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. 50 ലക്ഷത്തിനാണെങ്കിൽ 21,000 രൂപ റേഞ്ചാണ് വരുന്നത്. നിവാബിൽ എസ്പയർ ടൈറ്റാനിയം പ്ലസ്, എസ്പയറും വളരെയധികം ട്രെൻഡിങ് ആണ്, ചെറുപ്പക്കാർക്കൊക്കെ പരിഗണിക്കാവുന്ന ഒരു പോളിസി തന്നെയാണ്. പക്ഷേ പ്രീമിയം നോക്കുമ്പോൾ ഒരു 1 CR ഒക്കെ എടുക്കുകയാണെങ്കിൽ 36,398 രൂപ എടുത്ത് വരുന്നുണ്ട്. 50 ലക്ഷത്തിനാണെങ്കിൽ 30,000 രൂപ. നിവോപ്പയുടെ എസ്പയർ ടൈറ്റാനിയം പ്ലസ്സിൽ ഈ പറഞ്ഞ പോലെ 1 CR ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്കൊരു 10 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ ഗ്രാജുവലി കൂടി 10x കവറേജ് ഒക്കെ ഉണ്ടെങ്കിലും തുടക്കത്തിൽ നമുക്ക് സം ഇൻഷുർഡ് കുറവായിരിക്കും. അതുപോലെ HDFC Ergo, ഒപ്റ്റിമസ്, സെക്യൂർ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഏജ് കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ 37,296 രൂപ എടുത്താണ് 1 CR വരുന്നത്. 50 ലക്ഷത്തിന് പരിഗണിക്കുകയാണെങ്കിൽ 32,000 രൂപ എടുത്ത്. അതുപോലെ കെയർ ഹെൽത്തിൻ്റെ സുപ്രീം മാർക്കറ്റ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോളിസിയിൽ ഒന്നുകൂടിയാണതും. പക്ഷേ ഒരു 1 CR 27,920 രൂപ എടുത്ത് വരുന്നുണ്ട്. 50 ലക്ഷത്തിനാണെങ്കിൽ 22,142 രൂപ. അതുപോലെ സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്യൂർ ഈ പറഞ്ഞ പോലെ പ്രീമിയം ഒരു 1 CR ഒരു 37,427 എടുത്ത് വരുന്നുണ്ട് ഈ ഒരു റേഞ്ച് കാറ്റഗറിയിൽ വരുമ്പോൾ. 50 ലക്ഷത്തിനാണെങ്കിൽ 30,898 രൂപ എടുത്ത്. സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്യൂർ എപ്പോഴും വ്യത്യസ്തം, മെറ്റേണിറ്റി കവറേജ് കുറച്ചുകൂടി കൂടുതലുണ്ട് സ്റ്റാർ അഷ്യൂറിൽ. എങ്കിൽ തന്നെ മൊത്തത്തിൽ നിന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു 1 CR ഒരു നല്ലൊരു കവറേജ് കിട്ടുന്നതിന് കുറച്ചുകൂടി നല്ലത് മണിപ്പാൽ സിഗ്നയുടെ LTH തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രീമിയം ഒരു ഒറ്റ പോളിസി തന്നെ നല്ല കവറേജ് വേണമെന്ന് പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചിലർ ചോദിക്കും നമ്മളൊരു 10 ലാഖിൻ്റെ ഒരു ബേസ് പോളിസി എടുത്തിട്ട് ഒരു 1 CR ഒരു ടോപ്പ് അപ്പ് ചെയ്താൽ മതിയില്ലെന്ന് ചോദിക്കാറുണ്ട്. ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ എങ്കിൽ തന്നെ ഈ ബേസ് പോളിസിയുടെ സെയിം ഫീച്ചേഴ്സ് തന്നെ ആയിരിക്കണം എന്നില്ല ടോപ്പ് അപ്പിൽ ചിലപ്പോൾ വ്യത്യാസം വരാറുണ്ട്. ഇപ്പം നിബാബൂപ്പയുടെ ബേസ് പോളിസി അതുപോലെ തന്നെ ടോപ്പ് അപ്പ് നോക്കുകയാണെങ്കിൽ വ്യത്യാസമുണ്ട്. സെയിം റൂം റെൻറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ആ ഒരു റിസ്റ്റോറേഷൻ ഫീച്ചേഴ്സ് അത് സെയിം ഈ 10 ലക്ഷത്തിൻ്റെ അതേ ഫീച്ചേഴ്സ് തന്നെ ആയിരിക്കില്ല നമുക്ക് എപ്പോഴും വരാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ 2 പോളിസി ആയിട്ട് എടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ കാർഡ് മാറി പോകാറുണ്ട്. ഇപ്പോൾ ആദ്യം ഈ ഡിഡക്റ്റബിൾ വെച്ചിട്ടുള്ള ഈ ടോപ്പ് അപ്പിൻ്റെ ചിലപ്പോൾ കൊടുത്തു കഴിയുമ്പോൾ റിജക്റ്റ് ആയിട്ട് പിന്നെ രണ്ടാമതായിരിക്കും ഈ ബേസ് പോളിസിയുടെ ഒക്കെ കൊടുക്കാറ്.
അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒറ്റ പോളിസി തന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് ഞാൻ പറയും. നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഈ 50 ലക്ഷത്തിന് അല്ലെങ്കിൽ 1 കോടി രൂപയുടെയൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെക്കേണ്ട ആവശ്യമുണ്ട്, ഇത്രയും വലിയ അസുഖം വരാനായിട്ട് നമുക്ക് ചാൻസ് ഉണ്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ. അതെൻ്റെ ഒരു കൂട്ടുകാരനെ സംഭവിച്ചൊരു സംഭവമാണ്. കൂട്ടുകാരൻ്റെ കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് അവന് കുട്ടികളുണ്ടാവുന്നത്. അങ്ങനെ കുട്ടി ഉണ്ടായി 2 വയസ്സായപ്പോഴാണ് കുട്ടിക്ക് യാദൃച്ഛികമായിട്ട് പനി പിടിച്ചു. അങ്ങനെ സാധാരണ ഡോക്ടറെ കാണിക്കുന്നു, പനിയുടെ മരുന്ന് കഴിക്കുന്നു, പക്ഷേ കുറയുന്നില്ല. അങ്ങനെ വീണ്ടും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി കൗണ്ടിന് വ്യത്യാസമുണ്ട്. അങ്ങനെ കൗണ്ടിന് വ്യത്യാസം വിചാരിച്ചു ഓക്കെ ഡെങ്കിപ്പനി വല്ലതായിരിക്കും. പിന്നെ മാത്രമല്ല മുഖത്ത് സ്വെല്ലിംഗ് പോലെ ചെറുതായിട്ടുണ്ടായിരുന്നു ഭാവിക്ക്. അതുപോലെ ലിംഫ് നോട്ട്സുകൾ പലയിടത്തും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിചാരിച്ചു എങ്ങനെ ഡെങ്കിപ്പനി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു, പക്ഷെ എന്നാലും കുറയുന്നില്ല. അങ്ങനെ വീണ്ടും ഡോക്ടർ നമുക്ക് ബോൺമാരെ ടെസ്റ്റ് ചെയ്യാൻ ഒരു ചെറിയ സംശയം പ്രകടിപ്പിച്ച ആ സമയത്ത് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു കൗണ്ടിന് ഒരു വ്യത്യാസം പോലെയൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ ഈ പറഞ്ഞ പോലെ സെക്കൻഡറി ഒപ്പീനിയൻ എന്നോണം CMC വെല്ലൂർ ഈ ബയോപ്സി എടുക്കാനായിട്ട് വീണ്ടും അവർ അങ്ങോട്ട് പോയി. അങ്ങനെ അവിടെ ചെന്ന് വീണ്ടും ടെസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നു, ബോൺമാരെ ടെസ്റ്റ് വീണ്ടും എടുക്കുന്നു. അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കൗണ്ടിന് വ്യത്യാസമുണ്ട്, ലുക്കീമിയ ആയിരുന്നു, ALL ആയിരുന്നു ആ സമയത്ത്. പക്ഷേ ശരിക്കും കൂട്ടാൻ അംഗീകരിക്കാനായിട്ട് സാധിച്ചത് എങ്ങനെ വന്നു എന്നുള്ളത് ഭാവിക്കാണെങ്കിൽ വെറും 3 വയസ്സായിട്ടുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ വന്നു എന്നുള്ളതും വലിയൊരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, കേട്ടോ നിനക്ക് എത്ര ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് ആയിരുന്നു. ഏകദേശം പറഞ്ഞ കാര്യം ഒരു 25-30 ലക്ഷം എടുത്ത് ചിലവായിട്ടുണ്ട്. കാരണം 10-60ഓളം കീമോ ആ സമയത്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്തായിരുന്നില്ല, പക്ഷേ ട്രാൻസ്പ്ലാന്റ് ചെയ്തായിരുന്നെങ്കിൽ ഇതിനേക്കാളും പ്രീമിയം കൂടുമായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ ഈ ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോൾ ഉണ്ടായിരുന്നില്ലേ, നിനക്കപ്പോൾ എടുത്തു വെക്കായിരുന്നില്ലേ? അപ്പോൾ ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കമ്പനി ഹെൽത്ത് ഇൻഷുറൻസ് ആയിരുന്നു, ഒരു 3 ലക്ഷത്തിന് 4 ലക്ഷത്തിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഫസ്റ്റ് കേരളത്തിലെ ട്രീറ്റ്മെൻറ്റ് അതോടുകൂടി അത് കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് മൊത്തം കണ്ടെത്തിയത് ഈ പറഞ്ഞ പോലെ കൂട്ടുകാരും അതുപോലെ കസിൻസൊക്കെയാണ് പിന്നീട് അങ്ങോട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് സഹായിച്ചെന്ന് പറഞ്ഞത്. ശരിക്കും നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കൊരു പരിധിവരെയൊക്കെ നമുക്കൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും സ്ഥലം വെക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ ഒരു നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഈ പറഞ്ഞ പോലെ ഒരു 50 ലക്ഷത്തിനൊക്കെ അല്ലെങ്കിൽ 1 CR ഒക്കെ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടങ്ങളിൽ എടുത്തു വയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു അനുഭവം കൂടി ഈ സാഹചര്യത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കോളേജ് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനടുത്ത് സംസാരിക്കുന്നതിനിടയിൽ ഞങ്ങൾ ചോദിച്ചൊരു കാര്യം, സാർ കല്യാണം ഒന്നും കഴിച്ചില്ല, എന്ത് പറ്റി? ആദ്യം ഞാൻ പറയാനായിട്ട് മടിച്ചെങ്കിലും പിന്നെ എടുത്തെടുത്ത് വീണ്ടും ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ആ ഒരു കാര്യം പറഞ്ഞത്. എനിക്കും കേട്ടപ്പോൾ കുറച്ചുകൂടി വിഷമമായിട്ട് തോന്നിയ ഒരു സംഭവം. വേറെ ഒന്നുമല്ല, അദ്ദേഹം എനിക്ക് തോന്നുന്നു BIT എന്നാണ് എംടെക് എടുത്തത്. അങ്ങനെ ഹോസ്റ്റലിൽ കഴിയുന്ന സമയത്ത് ഏതോ ഒരു നിർഭാഗ്യവശാൽ കൂട്ടുകാരൻ്റെ ഷേവിങ് സെറ്റ് എടുത്ത് ഷേവ് ചെയ്തായിരുന്നു അദ്ദേഹം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ആദ്യം പനി വന്നു, പിന്നീട് അങ്ങോട്ട് വയറുവേദന, വിശപ്പില്ലായ്മത്തൊരവസ്ഥ, പിന്നീട് അവസാനം അത് മഞ്ഞപ്പിത്തത്തിൽ വരെ എത്തി. അങ്ങനെ ആ സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഹെപ്പറ്റൈറ്റിസ് B എന്നുള്ള കേസ്. അതെങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഷേവിങ് സെറ്റ് എടുത്ത് ഷേവ് ചെയ്തപ്പോൾ ആ കൂട്ടുകാരൻ അത് ഉണ്ടായിരുന്നു, ഹെപ്പറ്റൈറ്റിസ് B ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഇദ്ദേഹത്തിനും അത് കിട്ടി. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ലൈഫ് പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം എന്താ പറയുക, നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ക്യാൻസർ വന്നിട്ടോ അല്ലെങ്കിൽ ഒരു കാർഡിയക് ഇഷ്യൂസൊക്കെ വന്നിട്ടോ ഒരു നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തോടെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലുള്ള എന്താ പറയുക ഒരു അൺസർട്ടനിറ്റി ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ഒഴിവാക്കാനായിട്ടൊക്കെ സാധിക്കും. പിന്നെ രണ്ടാമതായിട്ട് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ കുമുലേറ്റീവ് ബോണസ് ആണ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്യാരണ്ടീഡ് ആണ്. നമുക്ക് 15% വെച്ച് എല്ലാ വർഷം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 1 CR ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് എടുക്കുന്നത് വിചാരിക്കും, മണിപ്പാൽ LTH. അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും നമുക്ക് 15 ലക്ഷം വെച്ച് കൂടിക്കൊണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ മറ്റുള്ള കമ്പനിക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിവാപ്പയുടെ എസ്പെയറോ അല്ലെങ്കിൽ കെയർ ഹെൽത്തിൻ്റെ സുപ്രീം ഒരു 5x അല്ലെങ്കിൽ 10x എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അവിടെയൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർലി 15% വെച്ച് കൂടും. പക്ഷേ അതിൻ്റെ ലിമിറ്റ് പറയുന്നില്ല, ജീവിതകാലം മൊത്തം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരുന്നുള്ളൂ. അതിങ്ങനെ കുമുലേറ്റ് ആയിക്കൊണ്ടേ ഇരുന്നുള്ളൂ. അത് കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 കോടി എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ 1 കോടി 15 ലക്ഷം ആവും. പിന്നെ 1 കോടി 30, അങ്ങനെ കയറി നമുക്ക് ഈ പോളിസിയിൽ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം നമുക്കത് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അത് കാരണം ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കവറേജ് കുറഞ്ഞു പോയി എന്നുള്ളൊരു നമുക്കൊരു പേടിക്കേണ്ട ആവശ്യകത ഇതിൽ വരുന്നില്ല. അതുപോലെ മൂന്നാമതായി എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് മെഡിക്കൽ എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ ആണ്. ഇതിൽ ഇൻബിൽട്ടാണ്, 25 ലക്ഷം ഇതിൽ ഇൻബിൽട്ടാണ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വിദേശത്തേക്ക് ടൂറോ അല്ലെങ്കിൽ നമ്മളൊരു വിസിറ്റിംഗ് വിസയിലൊക്കെ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു കാർഡിയക് ഇഷ്യൂ എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പുറത്ത് യൂർ അസിസ്റ്റാണ് അവർക്ക് വേണ്ടി മണിപ്പാൽ സൈലിംഗ് വേണ്ടി ക്യാഷ്ലെസ് അറേഞ്ച് ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനെ ഒരു ഇൻബിൽട്ട് ഫീച്ചറാണ് ഇതിൽ. ഇങ്ങനെ ഒരു എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ നമ്മൾ എന്തൊക്കെ പുറത്ത് പോകുകയാണെങ്കിൽ നമുക്കിതിൽ ലഭ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നാലാമതായിട്ട് വരുന്നൊരു ഫീച്ചറാണ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ. ഇതെല്ലാം ഇൻഷുറൻസിലുള്ള പോലെ തന്നെ അൺറിലേറ്റഡ് ഇൽനെസ്സിന് നമുക്ക് റീസ്റ്റോറേഷൻ കൊടുക്കുന്നുണ്ട്. ഇതിൽ റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ സെയിം ഇൽനെസ്സിനും ഡിഫറെൻറ്റ് ഇൽനെസ്സിനൊക്കെ നമുക്ക് റീസ്റ്റോറേഷൻ അവൈലബിൾ ആണ്. അതായത് 1 കോടി ഉപയോഗിച്ച് കഴിഞ്ഞാലും വീണ്ടും നമുക്ക് അതേ വർഷം വീണ്ടും സെയിം ഇൽനെസ്സിനും ഡിഫറെൻറ്റ് ഇൽനെസ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പോലെ തന്നെ. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ബെനിഫിറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഈ ഇതിലേക്ക് മാറണം, ഈ ഒരു പോളിസിയിലേക്ക് ചേഞ്ച് ചെയ്യണമെന്ന് നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10 ലക്ഷം അതിന് മുകളിലേക്കുള്ള പോളിസികളാണ് നമ്മുടെ ബേസ് പോളിസി എങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു 1 CR പോളിസിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഒരു 1 CR സീനിയോറിറ്റി നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. ഒരു എക്സാമ്പിൾ പറയാം, സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10 ലക്ഷത്തിൻ്റെ പോളിസിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 20 ലക്ഷത്തിൻ്റെലേക്ക് പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു 10 ലക്ഷത്തിൻ്റെ സീനിയോറിറ്റി നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 10 ലക്ഷത്തിൻ്റെ പോളിസിയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ അതിന് മേലെയുള്ള സം ഇൻഷുർഡുള്ള പോളിസി ആണെങ്കിൽ നമുക്ക് ആ എമൗണ്ടിൻ്റെ സീനിയോറിറ്റി മൊത്തത്തിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അത് നല്ലൊരു ഫീച്ചറാണ് നമ്മൾ പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ. അതുപോലെ തന്നെ ലോയലിറ്റി ഡിസ്കൗണ്ട്. ഈ ഒരു പോളിസി കണ്ടിന്യൂ ചെയ്യണം, 4 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 8ാമത്തെ വർഷം മുതൽ 10% വെച്ച് ഡിസ്കൗണ്ട് നമുക്ക് എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരുന്നോളും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് വരുന്ന മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഫീച്ചേഴ്സ്. ഈ പറയുന്ന ഒരു 6 ഫീച്ചേഴ്സാണ് ഈ ഒരു പോളിസിയിൽ വരുന്നത്. അപ്പോൾ എൻ്റെ ബേസ് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊക്കെ എല്ലാ ഇൻഷുറൻസിന് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതിലൊരു സം ഇൻഷുർഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 50 ലക്ഷം മുതൽ 3 കോടി വരെയുള്ള സം ഇൻഷുർഡാണ് നമുക്ക് ഇതിൽ എടുക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് നമുക്ക് ഇതിൽ എനി റൂമൊക്കെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എനി റൂം ചൂസ് ചെയ്യാൻ പറ്റും. സൂട്ട് റൂം, ഡിലക്സ് റൂം ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതിൽ എഴുതിയിട്ടുണ്ട് 2 കോടി വരെയുള്ള പോളിസികളൊക്കെ ആണെങ്കിൽ നമുക്ക് എനി റൂം എക്സെപ്റ്റ് സൂട്ട് റൂമാണ്. പക്ഷേ എങ്കിലും ഇതിൽ റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനി റൂം ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്, ചില അസുഖങ്ങൾക്ക് നമുക്ക് 24 മണിക്കൂർ ആവശ്യമില്ലാതെ ഒത്തിരി സർജറികൾക്കൊക്കെ ചില സർജറികൾക്കൊന്നും 24 മണിക്കൂർ ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഡേ കെയർ പ്രൊസീജിയേഴ്സും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്, സാധാരണ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള പോലെയൊക്കെ തന്നെ. അതുപോലെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള ഒരു 60 ദിവസത്തെ ബില്ലുകളും അതുപോലെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു 6 മാസം വരെയുള്ള ബില്ലുകളൊക്കെ ഇതിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആയുഷ് ട്രീറ്റ്മെൻറ്റ്, ആയുർവേദ, യുനാനി അതൊക്കെ സാധാരണ ഇതിലും കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ റോഡ് ആംബുലൻസ് കവർ ചെയ്തതിൽ അപ് ടു സം ഇൻഷുർഡ് കിട്ടുന്നുണ്ട്. ഡോണർ എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡൊമിസിലറി എക്സ്പെൻസസ്, അതായത് വീട്ടിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതും കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഹെൽത്ത് ചെക്കപ്പ് 18 വയസ്സ് മുകളിലുള്ളവർക്ക് ഹെൽത്ത് ചെക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലീസ്റ്റ് അവർ പറയുന്നുണ്ട്, ആ ലീസ്റ്റിലുള്ള ചെക്കപ്പ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റോബോട്ടിക് സർജറി, മോഡേൺ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഇതിൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്, സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിൽ തന്നെ. മെൻ്റൽ കവറേജ്, പിന്നെ അതുപോലെ റീസ്റ്റോറേഷൻ ഓഫ് സം ഇൻഷുർഡ്, ഇതൊക്കെ സാധാരണ പ്രീമിയം വേവർ, ഇതൊക്കെ എല്ലാ ഇൻഷുറൻസും ഉള്ള പോലെയൊക്കെ തന്നെ ഇതിലും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ട് വരുന്നില്ല. ഇതൊക്കെ നോർമലും ഇതിലും കവർ ചെയ്ത് വരുന്നുണ്ട്. മണിപ്പാൽ സീനയുടെ LTS എന്ന് പറയുന്ന പ്ലാൻ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ 2 വേരിയൻസ് കാണാനായിട്ട് പറ്റും. ഒന്ന് ഇന്ത്യ പ്ലാനും കാണാൻ പറ്റും, ഒന്ന് ഗ്ലോബൽ പ്ലാനും കാണാൻ പറ്റും. നമുക്ക് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഇന്ത്യ പ്ലാനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ വിദേശത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇതിൽ നമ്മൾ മൊത്തം കമ്പാരിസൺ ചെയ്ത് ഇന്ത്യ പ്ലാനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്ത്യ പ്ലാനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം വരുന്നത് വേൾഡ് വൈഡ് മെഡിക്കൽ എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ എന്ന് കാണാൻ പറ്റും. അത് നമുക്ക് ചൂസ് ചെയ്യാം. 25 ലക്ഷം വേണോ, 50 ലക്ഷം വേണോ, 1 കോടി വേണോ. അതായത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വിദേശത്ത് എന്തെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി റൈഡേഴ്സ് കാണിക്കുന്നുണ്ട്, ഒരു 8 റൈഡറുകളും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റൈഡേഴ്സ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ആഡ് കഴിയുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റിയ പോളിസി. ഇതിൽ ഫസ്റ്റ് വരുന്ന ഒരു ഫീച്ചർ എന്നത് മെറ്റേണിറ്റി എക്സ്പെൻസ് ആണ്. ഇതിൽ 3 വർഷമാണ് മെറ്റേണിറ്റിക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. നമുക്ക് 1 ലക്ഷം വരെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 2 ഡെലിവറിയാണ് നമുക്ക് ലൈഫ് ടൈമിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ ഇതിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് യെസ് ഓർ നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം നമുക്ക് ആഡ് ചെയ്യാനും. 2 ലക്ഷം വരെ നമുക്കിതിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് ആയിട്ട്. ഇത് ഇൻഡിവിജ്വലായിട്ട് എടുത്തു കഴിഞ്ഞാൽ മെറ്റേണിറ്റി എക്സ്പെൻസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഓസൈറ്റ് ഡോണർ കവർ അല്ലെങ്കിൽ സറോഗസി ട്രീറ്റ്മെൻറ്റ്, വാടക ഗർഭധാരണം, ഇതിനുള്ള എക്സ്പെൻസും ഇതിൽ ഈ പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട്. നമുക്കിതിൽ ചൂസ് ചെയ്യാൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വരുന്നത് ഹെൽത്ത് 360 ഷീൽഡ് എന്ന് പറയുന്ന ഒരു റൈഡറാണ്. അതെന്താണെന്ന് വെച്ചാൽ നോൺ മെഡിക്കൽ ഐറ്റംസ് കവർ ചെയ്യാൻ വേണ്ടി, നമുക്കറിയാം ചില ഐറ്റംസ് ഇപ്പോൾ ഈ പഞ്ഞി, സിറിഞ്ച് അങ്ങനെയുള്ള ചില നോൺ മെഡിക്കൽ ഐറ്റംസ് ഇതിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ഈ റൈഡർ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 1 ലക്ഷം വരെ, ഈ പറഞ്ഞ പോലെ ഈ വീൽ ചെയർ അല്ലെങ്കിൽ വാക്കിംഗ് എയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ട്രാ. അപ്പോൾ അതിനുള്ള ഹെൽപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ 360 ഷീൽഡ് എന്ന് പറയുന്ന റൈഡർ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 360 അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എനി റൂം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സെയിം ഇൽനെസ്സിനും
ഡിഫറെൻറ്റ് ഇൽനെസ്സിനൊക്കെ നമുക്ക് റിസ്റ്റോറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ഈ 2 റൈഡറുകൾ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കൊടുക്കാറുള്ളത്. 360 ഷീൽഡും 360 അഡ്വാൻസും. അതുപോലെ തന്നെ മറ്റൊരു റൈഡർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽനെസ് ആഡ് ഓൺ കവർ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് അപ്പോൾ അതിനൊന്ന് ക്രിട്ടിക്കൽനെസ് പറയുന്നുണ്ട്. അപ്പോൾ അവർ നമുക്കൊരു ലംസ് എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്രിട്ടിക്കൽനെസ് പോളിസി നമ്മൾ എടുത്തു വയ്ക്കുന്നത്. പലരും തെറ്റിദ്ധരിക്കുന്ന കാരണം ഹെൽത്ത് ഇൻഷുറൻസ് ക്രിട്ടിക്കൽനെസ് കവർ ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് എടുക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഹെൽത്ത് ഇൻഷുറൻസ് ക്രിട്ടിക്കൽനെസ് കവർ ചെയ്യുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് ആഡ് ഓൺ പോലെ കൊടുക്കുന്നത് ഒരു ലംസ് എമൗണ്ട് കിട്ടാൻ വേണ്ടി. ഒരു 10 ലക്ഷം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 10 ലക്ഷം ഒരു ലംസ് എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീമിയം നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു റൈഡർ ഉണ്ട്. ഇതിൽ മെയിനായിട്ട് എനിക്ക് കുറച്ചുകൂടി നല്ലത് ഇത് നമ്മൾ ബ്രോഷറിലൂടെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിൽ ഒത്തിരി ഓപ്ഷൻസിൽ പറയുന്നുണ്ട്. മെയിനായിട്ട് ഈ പറയുന്ന പോലെ ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് ഫീച്ചേഴ്സൊക്കെയാണ് പറയുന്നത്. കീമോതെറാപ്പി, റേഡിയോതെറാപ്പി നമ്മൾ ഓരോ സിറ്റിങ്ങിനനുസരിച്ച് 2500 വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ മേജർ ഇൽനെസ് വല്ലതും വരാണെങ്കിൽ പെർ ഡേ നമുക്ക് 2500 വെച്ച് കുറച്ച് ഹോസ്പിറ്റലിൽ ക്യാഷ് അങ്ങനെയുള്ള ഫീച്ചേഴ്സാണ് ഈ ഹെൽത്ത് പ്ലസ്സിൽ വരുന്നത്. ഒത്തിരി ഫീച്ചർ അതുപോലെ ടെലി കൺസൾട്ടേഷൻ അങ്ങനെ ഒത്തിരി സ്ക്രീനിങ് എക്സ്പെൻസ് ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. നമ്മൾ ബ്രോഷറിലൂടെ കുറച്ചുകൂടി പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുപോലെ തന്നെ വുമൺ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു റൈഡർ വരുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ 12 വയസ്സ് മുകളിലുള്ളവർക്കാണ് ഈ ഒരു റൈഡർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ഇതിലും ഈ പറഞ്ഞ പോലെ ബ്രോഷറിലൂടെ പോകാനായിട്ട് ശ്രമിക്കുക. ഇതിൽ ഒത്തിരി സ്ക്രീനിങ് ടെസ്റ്റുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്, അതുപോലെ സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ്, ഓവറിങ് ക്യാൻസർ ഒരു സ്ക്രീനിങ്ങിനുള്ള കുറച്ച് എക്സ്പെൻസ് ഇതിൽ അവർ കൊടുക്കുന്നുണ്ട്. അവർ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ത്രൂ പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് ക്യാഷ്ലെസ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് റീഎംബേഴ്സ്മെൻറ്റ് വഴിയായാലും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി OnePlusൽ വരുന്നത് അതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റൈഡേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഹെൽത്ത് 360 OPD എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഈ പറഞ്ഞ പോലെ OPD ക്യാഷ്ലെസ് ആയിട്ട് OPD കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ ചോദിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഇതുപോലെ ക്യാഷ്ലെസ് ആയിട്ടില്ല. ഈ പറഞ്ഞ നമുക്കിതുപോലെ ചൂസ് ചെയ്യാം. 10,000 20,000 എന്നൊക്കെ പറഞ്ഞ് 50,000 എന്നൊക്കെ പറഞ്ഞ് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ നാട്ടിൽ ആ ഒരു ക്യാഷ്ലെസ് ഫെസിലിറ്റി ആയിട്ടില്ല. നമ്മുടെ മെട്രോ സിറ്റിയിലൊക്കെ ആയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഈ പറഞ്ഞ പോലെ OPD ക്യാഷ്ലെസ് ഫെസിലിറ്റി ആയിട്ടില്ല. അത്ര പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അപ്പോൾ ഈ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ റൈഡേഴ്സ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചുകൂടി എന്താ പറയുക ഒരു ടൈലർ മെയ്ഡ് പോളിസി പോലൊക്കെ തന്നെയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വെയിറ്റിംഗ് പീരീഡ് തന്നെയാണ്. നമുക്ക് ഓരോ അസുഖത്തിനും ചില അസുഖങ്ങൾക്കൊക്കെ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് ഇൻഷുറൻസിലൊക്കെ. പോളിസി എടുത്തു കഴിഞ്ഞാൽ 30 ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ പോളിസി ആക്റ്റീവ് ആവുക. ആക്സിഡൻറ്റ് കേസുകൾക്ക് പറയുന്ന വെയിറ്റിംഗ് പീരീഡ് 1 ഡൗൺ മുതൽ കവറേജ് കിട്ടി തുടങ്ങും നമുക്ക്. പിന്നെ 24 ഇവിടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ടെങ്കിലും സ്പെഷ്യൽ ഡിസീസ് അതായത് ചില അസുഖങ്ങൾക്ക് പൈൽസ്, കിഡ്നി സ്റ്റോൺ, ചില ട്യൂമറുകൾ ഇതിനൊക്കെ ചിലപ്പോൾ 2 വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. അത് ഇവിടെയും 2 വർഷം തന്നെയാണ്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനായാലും നമുക്ക് 24 മാസം 2 വർഷം വരുന്നുള്ളൂ. അതുപോലെ തന്നെ മെറ്റേണിറ്റിക്ക് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് വരുന്നുണ്ട്. ക്രിട്ടിക്കൽനെസ് പോളിസി ക്രിട്ടിക്കൽ റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ 90 ദിവസം വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട്. ക്രിട്ടിക്കൽനെസ് പോളിസി എടുക്കുന്നവർക്ക് അത് ബാധകമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു കവറേജ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എടുത്തു വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇപ്പോൾ ഒരു 3 ഇയർ പ്രീമിയം എടുക്കുകയാണെങ്കിൽ ഒരു 10% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റൈഡേഴ്സൊക്കെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു ഒരു നല്ല കവറേജൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 50 ലക്ഷത്തിന് മേലെ അല്ലെങ്കിൽ ഒരു 1 year ഒക്കെ നല്ല കവറേജ് വേണമെന്ന് പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് മണിപ്പാൽ സിഗ്നയുടെ LTH. അതുപോലെ തന്നെ ഒരു കാര്യം ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഡെസ്കിൽ പോയിട്ട് നമ്മുടെ കാർഡ് കാണിച്ചു കൊടുക്കുക. ആദ്യം ഇൻറ്റിമേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇൻറ്റിമേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മെസ്സേജായിട്ട് നമുക്ക് വരും. ഇൻറ്റിമേഷൻ കൊടുത്ത സമയം അനുസരിച്ച് എപ്പോഴാണ് കൊടുത്തതെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ പലരും പറയുന്ന കാര്യം 30 മിനിറ്റിനുള്ളിൽ ക്യാഷ്ലെസ് റെഡി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പലപ്പോഴും ആഡ് കാണാറുണ്ട്. പക്ഷേ ഇത് എപ്പോഴാണ് സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസ് അതിനനുസരിച്ച് നമ്മുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമുക്ക് 30 മിനിറ്റിനൊക്കെ കിട്ടുള്ളൂ. ഞാനിത് പറയാൻ കാരണം പലരും പറഞ്ഞൊരു കാര്യമാണ് ഹോസ്പിറ്റൽസ് മനഃപൂർവ്വം ഇൻറ്റിമേഷൻ ഡിലേ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് മെസ്സേജ് കിട്ടും. നമ്മൾ ഇൻറ്റിമേഷൻ കൊടുത്ത് നമ്മൾ ഇൻഷുറൻസ് ഡെസ്കിൽ വിട്ട് പറയുക ഇൻറ്റിമേഷൻ ചെയ്യാനായിട്ട് പറയുക. അവരുടെ അടുത്ത് കാർഡ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അവരെപ്പോഴും കൊടുത്ത് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ മെസ്സേജായിട്ട് വരും നമുക്ക് എപ്പോഴാണ് ടൈം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അഥവാ ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിരന്തരം അവരുടെ അടുത്ത് ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക. ഇൻഷുറൻസ് ഡെസ്കുമായിട്ട് ബന്ധപ്പെടാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഇൻഷുറൻസ് എടുക്കാനോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കൂടുതലായിട്ട് അറിയാൻ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.